ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ സെക്കൻഡ് വ്ളോഗാണ്. അപ്പോൾ മുമ്പ് മോർണിംഗ് റൊട്ടീനൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ പുട്ടുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രത്തിനെ കുറിച്ചിട്ട് നല്ല നല്ല കമൻസ് കിട്ടിയിട്ടുണ്ട്. എവിടുന്നാണ് വാങ്ങിച്ചത്, പിന്നെ വാങ്ങിക്കാൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ഒരു വ്ളോഗ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വൈകുന്നേരം ചായക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പണികളൊക്കെ തീർത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ ആ പുള്ളിച്ചാമ്പില് കുറച്ച് എടുക്കട്ടെ. മുഴുവൻ അരിഞ്ഞോണ്ട് നിങ്ങൾ എടുക്കില്ല. നിങ്ങൾ കാണലുണ്ടല്ലേ അതിന്? കത്തി എടുത്തില്ലല്ലോ, അത് കയ്യേറ്റ് പറിച്ചാ പോലെ എന്ത് ഭംഗിയല്ലേ നോക്കിയ. ഇത് ശരിക്കും അവിടെ വീട്ടില് നമ്മള് കളക്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ പുള്ളിച്ചേമ്പില വെച്ചിട്ട് താളിപ്പ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇല പറിക്കാൻ വേണ്ടി അടുത്ത വീട്ടിലെ പറമ്പിലേക്ക് പോയതാണ്. ഇതാണ് ഇന്നത്തെ വ്ളോഗില്. മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഇതിവിടെ ഒരുപാടുണ്ട്, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത് വിഷമല്ലേ, കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നോക്ക്, പറിച്ചു. അങ്ങനെ മലയാളത്തിൽ കണ്ടത് മനുഷ്യർക്കും കാലികൾക്കും വിഷം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിപ്പോൾ കണ്ടില്ലേ. അതിന് ശേഷം ഞാനും സനും ഒരുപാട് നോക്കി. അപ്പോൾ അതിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ പച്ചക്ക് കഴിക്കുമ്പോഴാണ്, വേവിക്കാതെ കഴിക്കുമ്പോഴാണ് നമുക്കൊന്നും പ്രശ്നമില്ല. വേവിച്ച് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇതിലൊക്കെ വരുന്ന ഫേണിൻ്റെ കളക്ഷനിൽ ഇതൊക്കെ വരുന്നത് നിർത്താലോ. ഇത് നിർത്തട്ടെ, നമ്മൾ ഇൻഡോറിൽ വെക്കുക. പക്ഷേ നമുക്ക് ഈ മണ്ണൊന്നും വേണ്ട, എനിക്ക് മണ്ണ് വേണ്ട. കണ്ടോ എന്ത് ഭംഗിയില്ല. പോവാ, ഇലഞ്ഞ് വേണോ? ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കല്ലേ. ഒപ്പിക്കൂടി ഓരോ പോരാ നമുക്ക്. നമുക്ക് ഇലപറിക്കൽ കഴിഞ്ഞ് ഇനി ബാക്കി നമുക്ക് കിച്ചണിൽ കാണാം. ഓക്കെ, ഫോൺ അടിഭാഗം. ബൈ ബൈ പുള്ളിച്ചെന്ത്. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞ് അറിയാലോ, നമ്മളെ തൊട്ടടുത്ത അയൽപക്കത്തെ അവരെ പറമ്പിൽ നിന്നാണ്, ഈ പറമ്പിൽ നിന്നാണ് നമ്മൾ എടുത്തത്. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഈ ഒരു സമയത്ത് ഹാളിൽ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നൗഷാദക്ക് പഴയ സാധനങ്ങളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പഴയ ക്യാമറ, പിന്നെ റേഡിയോ, പത്രങ്ങൾ, മൊബൈൽ ഫോണ്, കോയിൻസ്, ഇതുപോലെ പല പല വെറൈറ്റി ഐറ്റംസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. എക്സിബിഷൻസൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഷെബിക്കാക്ക ഞങ്ങളുടെ റിലേറ്റീവാണ്. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലുണ്ട് സകലം. അപ്പോൾ അതിലേക്ക് പഴയ ക്യാമറ കളക്ഷൻസ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താളിപ്പ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം.
ഓക്കെ സ്റ്റാർട്ട്. ഇത് എൻ്റെ കളക്ഷൻ എന്തോട് ഞാൻ ചോദിക്കട്ടെ. ഇതിന്റെ ലൈറ്റ് ഒരു മറവ് വരുന്നുണ്ട്. കാരണം ചെവി കുറച്ച് വെളുത്ത് കാണണമെങ്കിലേ. മാമിയ മാമിയെ മാമിയ ഇത് റെക്കോർഡിംഗ് റോളിംഗ് ആണ് അല്ലേ? പ്രൊഫഷണൽ മാമിയ അല്ലേ? മാമിയ ക്യാമറ, ബോക്സ് ക്യാമറ അല്ലത്. ബോക്സ് ക്യാമറയിൽ വരുന്ന ക്യാമറയാണ് എന്റെ കയ്യിലുള്ളത്. ഇത് അതിൽ നോക്കാം. പിന്നെ ഇവിടെ ഒരു സൂമിങ്ങിന്റെ ആണ് തോന്നുന്നത്. സൂമിങ്ങും ഫോക്കസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. ഇവിടെ 2 നോബ് ഉണ്ട്. കറക്കുന്നതിനനുസരിച്ച് ലെൻസ് മുന്നോട്ടും ബാക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ മോഹൻലാലിന്റെ ഒരു ഫിലിമിലുണ്ടല്ലോ അങ്ങനെ. പിന്നെ ഇപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ള ക്യാമറ ഏതാ വരുന്നത്? ഫീൽഡ് ക്യാമറ എന്നാണ് പറയാം. ഭാഗ്യേശ്വരി ക്യാമറ എന്ന് പറയാറുണ്ട്. ഇത് നമ്മുടെ ഇത്തരം ക്യാമറകൾ ഉപയോഗിച്ചിരുന്ന ഫിലിമിൻ്റെ ബോക്സ് നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണാറുണ്ട്. ഒരു കറുത്ത തുണി കൊണ്ടൊക്കെ മൂടിയിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ശൈലിയാണ് ഈ ഇതുപോലെ ഫീൽഡ് ക്യാമറയിൽ. ഇതിനാണെങ്കിൽ നമ്മളന്ന് മൊബൈൽ ഫോൺ ഇതുപോലെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ നിരത്തി എനിക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത് കാണാൻ വേണ്ടി ഇവിടെ നിരത്തിയിട്ടുള്ള ആവശ്യമൊക്കെ പ്രത്യേകം എന്താ പറയുക നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. നിങ്ങൾ കാണാത്ത പലതും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. എന്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കയറി ചെയ്തതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം. അപ്പോൾ അവിടുത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചേമ്പില താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചേമ്പില അരിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇല മാത്രമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് താളിപ്പുണ്ടാക്കാനേ അപ്പോൾ ചേമ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ക്യാമറ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ കളറ് മാറി വറവായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുണ്ടാകുമ്പോഴാണ് ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഈ ഒരു ചേമ്പില കഞ്ഞിവെള്ളത്തിലാണ് താളിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ചേമ്പിലായത് കാരണം കുറച്ചൊരു വേവ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇലകളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇല എടുക്കുമ്പോൾ ഇളയ ഇല നോക്കിയിട്ട് എടുക്കുക. എന്നാൽ താളിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.